സുഹൃത്തുക്കളെ, ഫ്രാൻസിലെ ഒരു വില്ലേജിൻ്റെ കഥയാണ് ഈ എപ്പിസോഡിൽ. അതിമനോഹരമായിരുന്ന ഫ്രാൻസിലെ ഒരു വില്ലേജ് എങ്ങനെയാണ് പെട്ടെന്ന് അപ്രത്യക്ഷമായതെന്നും അവിടുത്തെ വില്ലേജിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയൊക്കെയാണെന്നാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഈ കാണുന്ന ഫ്രാൻസിലെ ലോകമഹായുദ്ധത്തിലെ അന്നത്തെ വെടിക്കോപ്പുകളും മറ്റു ഉപകരണങ്ങളൊക്കെ കാണിക്കുന്ന വലിയൊരു മ്യൂസിയമാണ്. നമുക്ക് കൂടെ നമ്മൾ റോബർട്ട് എന്ന് പറയുന്ന ഒരു ബ്രദറുണ്ട്. നമ്മൾ വലിയൊരു ഗ്രൂപ്പായിട്ടാണ് ഈ വില്ലേജിലേക്കൊക്കെ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കാനായിട്ടുള്ളത് ലോകമഹായുദ്ധങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാറ്റങ്ങളും അവിടെ എങ്ങനെയൊക്കെയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റോബർട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളും ലോകമഹായുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതൊരു ശരിക്കും മുമ്പ് ലോകമഹായുദ്ധങ്ങളുടെ വലിയൊരു വേദിയായിരുന്നു. ഇപ്പോൾ അവിടെ വെറുതെ തരിശായിട്ടുള്ള ഭൂമി മാത്രമേ ഉള്ളൂ. കുറച്ച് ട്രീകളുണ്ട്. ആ ട്രീകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്, എല്ലാത്തിനും ഒരേ പോക്കാണ്. അതായത് അവിടെ കംപ്ലീറ്റ് നശിച്ചു പോയൊരു സ്ഥലമായിരുന്നു. പിന്നീട് അവർ ഡിവാസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ കാണുന്നതാണ് കുറേയധികം കുഴികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുന്നുപോലൊക്കെ കാണാനായിട്ടൊക്കെ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വലിയ മൈൻസ്, അതായത് വലിയ വെടിക്കോപ്പ് സാധനങ്ങളൊക്കെ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ച് അങ്ങനെ ഒരു അൺഈവനായിട്ട് കിടക്കുന്ന ഒരു ലാൻഡാണ്. ഇപ്പോൾ പോലും അതിൻ്റെ ഉള്ളിൽ മൈൻസൊക്കെ ഉണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് അവിടേക്കൊന്നും അധികം ആൾക്കാരെ പ്രവേശിക്കാത്തത്. കൃത്യമായിട്ട് ഗൈഡ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കലും പാതയോരത്തുനിന്ന്, അതായത് നടപ്പാതയിൽ നിന്ന് ഒരിക്കലും ബാക്കോട്ട് ഇറങ്ങരുത്, കാരണം അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ പോലും അതിൻ്റെ ഉള്ളിൽ മൈൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇത് മുമ്പ് അവിടെ ഒരു വലിയൊരു വില്ലേജായിരുന്നു. ആ വില്ലേജിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടെന്നാണ് അവിടെ ചെറിയ കല്ലുകളിൽ കൊത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ മെമ്മോറിയലായിട്ട് അവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു പള്ളി വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻട്രലായിട്ട് വന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ. ഇനി അവിടെ കാണുന്ന ചെറിയ കല്ലുകൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇത് കിർഹെ, മുമ്പ് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നെന്ന് അവരവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പാൽ ഡയറി ഉണ്ടായിരുന്നു, കടകളുണ്ടായിരുന്നു, ഇന്ന ആളുകളുടെ വീടുകളുണ്ടായിരുന്നു. ഇതൊക്കെ അവർ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ചെറിയൊരു കപ്പേളയാണ്. മാതാവിൻ്റെ നല്ലൊരു സ്റ്റാച്ചു ഒക്കെ അതിന് മുമ്പിലുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ടൊക്കെ. ഈ പോണ വഴിക്കൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എന്തായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നതെന്ന്. ഇനി അത് ഇതുപോലെ തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ പോലും അവിടുത്തെ ആൾക്കാർക്ക് സാധാരണ ലാൻഡിലേക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയാണ്. ഇനി ഞങ്ങളെ തന്നെ ഇതുപോലത്തെ ഒരു ചെറിയൊരു വില്ലേജിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് കാണിച്ചു തന്നു. ആ കണ്ട സ്ഥലം ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. ഈ ഒരു പള്ളി, അതിന് ചുറ്റും കുറേയധികം വീടുകൾ, കുറേയധികം ഷോപ്പുകൾ, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ലോകമഹായുദ്ധങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ നശിപ്പിക്കപ്പെട്ടു. അവിടെ വെറും തരിശു ഭൂമിയായി. അവിടെ കുറേയധികം ആളുകൾ പുല്ല് പോലും മുളയ്ക്കാണ്ട് നിന്നെന്നാണ് പറയുന്നത്. പിന്നീടാണ് അവിടെ അവർ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ആ മരങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരേ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് ഭീകരമായിരുന്നു ലോകമഹായുദ്ധങ്ങൾ. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഈ ലോകമഹായുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ.